രണ്ട് സഹോദരങ്ങളെ നമുക്ക് കാണാം. അവർ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. എച്ച്.എം.എല്ലിന്റെ ഈ എസ്റ്റേറ്റിനോടനുബന്ധിച്ചുള്ള ആളുകളായിരുന്നു. അവരുടെ കൂടെയുള്ള ആളുകളെ തെരഞ്ഞു വന്നവരാണ് അവര്. കുറെ നേരമായിട്ട് അവർ ഈ കല്ലുംകൂട്ടത്തിൽ നിൽക്കുകയായിരുന്നു. നമ്മൾ ഈ കാണുന്ന മൺകൂന ആ പാറക്കെട്ടുകൾക്ക് അവിടെയായിരുന്നു അവരുടെ വീടുണ്ടായിരുന്ന സ്ഥലം. അവരിപ്പോ ഇത്ര നേരം തിരയുകയായിരുന്നു, പക്ഷെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. भाई साहब, क्या नाम आपका? मेरा नाम दीपक कुमार हुआ। मेरा इधर चाचा रहता था और दादा। हाँ। हाँ, इधर 6 आदमी रूम में था। वो 3 आदमी हमको मिला, अभी 3 आदमी मिसिंग है। हाँ, वो साधु, बिजनेस और रंजीत। हाँ, अभी 3 आदमी हमको नहीं मिला। एस्टेट में जो काम कर रहे हो? हाँ, HML फैक्ट्री में काम करते थे। അവർ പറയുന്നത് HML ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നവരായിരുന്നു. 6 പേരുണ്ടായിരുന്നു. അതിൽ 3 പേര് രക്ഷപ്പെട്ടു, 3 പേരെ കണ്ടെത്തിയിട്ടില്ല. മലയാളികൾ കൊടുത്തിട്ടുണ്ടായിരുന്നാണ്. സാർ എന്താണ്? ഞാൻ ഉരുളങ്ക സൊസൈറ്റിന്റെ പ്രതിനിധിയാണ്. ഇവിടെ ഇവർ പറയുന്നത് ഇവരുടെ കൂടെ 3 പേര് ഇപ്പൊ നിലവിൽ ഇവിടെ മിസ്സിംഗ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇവരുടെ സൂപ്പർവൈസർ മലയാളിയായ 2 പേരും അവർ ജിഷ്ണു, മാനേജർ ജിഷ്ണു മിസ്സിംഗ് करना है। ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ वो सर का मालूम नहीं है, इधर ही रूम में सर रहते थे। अभी इधर 4 कोटेज था। दूसरा रूम में रहता है। हाँ, दूसरा रूम में रहता था। 3 പാടിയാണ്. वो फील्ड मैनेजर था उस साइड एक रूम में, उसका फैमिली उधर में रहते थे। हाँ, मैं लोग इस साइड रहता था। वो 6 आदमी था उसमें। उसमें मैं लोग का एक डेड बॉडी मिला पंचायत हॉस्पिटल में। 3 आदमी देखा आप लोग, देखा बॉडी? बॉडी मेरा चाची का एक बॉडी मिला। और वो चाचा है, वो हॉस्पिटल में भर्ती है आईसी रूम में। एक भाई है स्कूल में। 3 आदमी अभी भी मिसिंग है। आप लोग कहाँ से आया? इधर बिहार से? बिहार से आया, बिहार वैशाली। इधर कितना फैमिली है? इधर 6 था। फैमिली, पूरा फैमिली कितने है? इधर 14 आदमी था। ഇവരെ ചെയ്തുകൊണ്ടിരുന്ന ആളാ. 10 ദിവസം മുമ്പേ പോയി എന്നാ പറഞ്ഞത്. നമ്മൾ റോഡിൽ നിന്നാണ് ഇയാളെ കണ്ടത്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ പാടിയായിരുന്നു. അപ്പൊ പാടി ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഫുള്ളായിട്ടും മണ്ണ് വന്നിട്ട് അടിത്തറ വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ ബോഡി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇവർക്ക് അങ്ങേയറ്റം സങ്കടം ഉള്ളത് കൊണ്ട് നമ്മൾ വാഹനം വന്നിട്ട് ഇവിടെ പരുതാന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒലിച്ചു പോയിരിക്കാനുള്ള ചാൻസ് അവിടെയാണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ നമ്മൾ അവിടത്തേക്ക് നടന്നു പോയിട്ട് മാനുവലി സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഏകദേശം ഇവർ കാണിച്ചു തന്ന ഈ ലൊക്കേഷനിൽ നമുക്ക് വാഹനം എത്തിക്കാൻ പറ്റുവാണെങ്കിൽ, വെയിറ്റുള്ള വാഹനമാണ് 220 ആണ്, അത് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ എത്തുന്നത് വരെ അവർ പറഞ്ഞിരിക്കുന്ന പ്രദേശത്തെല്ലാം മണ്ണ് മാറ്റിയിട്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഏറ്റവും സങ്കടകരമായ കാര്യം, ഇവർക്ക് പലരും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇവിടെ ദുരന്തമുണ്ടായാൽ താഴേക്കായിരിക്കും പോകാൻ സാധ്യതയെന്ന്. പക്ഷെ അവർ പറയുന്നത് അവരുടെ മിത്രങ്ങൾ, അവരുടെ ആ ചോരയിലുള്ളവർ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ഇവിടം വിട്ടു പോകാൻ അവർ തയ്യാറാവുന്നില്ല. ഇവിടെ തന്നെ നിന്ന് തെരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് ധാരാളം പേർ ഇപ്പോൾ ഇവിടെ തെരച്ചിലിനായി എത്തി. ഇത്രയും മണിക്കൂറുകൾ തെരച്ചിൽ നടത്തി. പക്ഷെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, ഒരു തരത്തിലുള്ള ശേഷിപ്പും ഇവിടെ അവശേഷിക്കുന്നില്ല. വലിയ തോതിലുള്ള പാറക്കൂട്ടങ്ങൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ അവർ രണ്ടുപേരും ഇപ്പോൾ दूसरा भाई का नाम क्या है? रंजित पासवान, साधु पासवाൻ, दूसरा वाला വിഘ്നേഷ് പാസ്വാൻ. അവരെ 3 പേരെയാണ് മിസ്സിംഗ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദേ